Deepa Panikar is here inside my house now. The time is 7:16. Okay, today's date is March 20th. March 20th. Okay, and I will open the door now. Started stopping me from uploading. Okay, to create nasty stories and that. Okay, here I am. This is my house near this SNDP building. Okay, you can see the tower, SNDP, and this is road, not anywhere else. And when Subramanian is there, he will be acting as if someone here. Okay, he will be acting actually. And that bastard came to Salpagavalli's house. We don't have any connection with that bastard actually, and he will be acting as if he's coming here. He's having some like this and that. If he is having relationship with us, nothing like that. We won't even allow him to keep his leg here actually. We'll trash him actually. Okay, the bastard. And that bastard actually came to that Salpagavalli's house. He is from some Malabar or somewhere, Malappuram. We don't even know who is he actually. ഇവളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. സൽപ്പകവല്ലിയുടെ ഭർത്താവാണ് അവർ, അല്ലാതെ ഇവിടെ ഒന്നും ആരുമല്ല. ഇവനിങ്ങനെ അങ്ങ് അഭിനയിക്കുകയാണ്. ഇവനൊക്കെ ആരൊക്കെയോട്. പിന്നെ ഇവിടെ എനിക്ക് കുറേ എതിരാളികളുണ്ട്. അവന്മാരെല്ലാം കൂടെ അങ്ങ് പറഞ്ഞങ്ങ് അഭിനയിപ്പിക്കുക. ഒരു പന്തളത്തെ കുറേ അവന്മാർ. ഇവനൊക്കെ ആരാണെന്ന് അറിയത്തില്ല. പന്തളത്തെ അവനൊക്കെ അവൻ്റെ വീട് ഭരിച്ചാൽ മതി. രാജേഷും മറ്റവനും മറിച്ചവനും ഒക്കെ അവൻ്റെ വീട് ഭരിച്ചാൽ മതി. അത് ഇവിടെ കയറി ഭരിക്കാൻ വരണ്ട. രാജമ്മയും ഏതവളായാലും ശരി, അവരവരുടെ വീട് ഭരിച്ചാൽ മതി. ഇങ്ങോട്ട് കയറി ഭരിക്കാനും ഒന്നും വരണ്ട. വിവരം അറിയും കൂടുതൽ ഭരിച്ചാൽ. എഴുതി കൊടുക്കാം. കഥകളൊക്കെ ഉണ്ട്, കുറേ കഥകളുണ്ടാക്കൽ. ഞാനിവിടെ എൻ്റെ അമ്മയുടെ കൂടെ ഉള്ളത്. ചായ ഇട്ടോ അമ്മേ? കണ്ടല്ലോ, ഇവിടെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണുള്ളത്. അപ്പോൾ ഇതാണ്, ഈ ക്യാമറയാണ് ഇങ്ങനെ കാണുന്നത്. എൻ്റെ അച്ഛനെയും അത് കാണും. ഇതാണ് ഹോളിലെ ക്യാമറ, ഇങ്ങനെ കാണുന്ന ക്യാമറ. പിന്നെ ഇതാണ് മൂന്നാമത്തെ ക്യാമറ. ഓക്കെ, അല്ലാതെ വേറെ എങ്ങും ഉള്ള ക്യാമറയൊന്നുമല്ല. ഇത് ഇവിടുത്തെ എൻ്റെ ക്യാമറയാണ്, സഹദയ മന്ദിരത്തിലെ ക്യാമറയാണ്. ഇത് ഇങ്ങനെ തട്ടിയെടുക്കാൻ നോക്കുക, പല പല കഥകളുണ്ടാക്കാൻ നോക്കുക. എൻ്റെ അമ്മ അങ്ങ് പ്രേമ കൂടുതൽ കാരണം എൻ്റെ അമ്മയുടെ ഇളയ മോക്കങ്ങ് എഴുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലശേഷമാണ് ഇത് വെച്ചിരിക്കുന്നത്. കാലശേഷം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ലീലയെന്ന് പറയുന്നവളാണ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ കാലശേഷം വയ്ക്കാറില്ല, അടിച്ചിറക്കുമെന്ന്. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഓരോ. ഇവൾ ഭയങ്കര സ്ക്രൂ ഉള്ളവളാണ് ഇവൾ. ലീലയെന്ന് പറയുന്നവർക്കൊക്കെ ഇങ്ങനത്തെ കുറേ ഇൻഷുറൻസ് ലൂട്ടേഴ്സായിട്ട് നടക്കുകയാണ്. പൈൽസ്, മറിച്ചേത്, ഹിപ്പ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് അതൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചുമ്മാ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് എന്നിട്ട് മരുമോള് എണ്ണ കോരി ഒഴിച്ചു സ്റ്റെപ്പിൽ. ഇതൊക്കെയാണ് കഥകൾ, കള്ളക്കഥകളെ പറയത്തുള്ളൂ. നമ്പർ 1 കള്ളിയും കള്ളക്കഥകളുമായിട്ട് നടക്കുക. പിന്നെ അവളുടെ വേറൊരു അനിയത്തി കാലുമുട്ട് രണ്ടും മാറ്റി വെച്ച് ഇങ്ങനെ ഭയങ്കര പിന്നെ അവളുടെ മോനുണ്ടൊരുത്തൻ, അവനൊരു 6-7 ആക്സിഡൻറ്റിൽ കൂടെ കുറേ കാശൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടക്കുക. ഇതൊക്കെയാണ് കട്ടുമൂട്ടിച്ച് നടക്കുക. ഇൻഷുറൻസ് കട്ടുമൂട്ടിച്ചു. അത് നമ്മൾ പഠിച്ച LLB വെച്ചത് എടുക്കണം. എൻ്റെ LLB വെച്ച് ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് വഹിക്കാനായിട്ട് നമ്മളെ ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്ത് നടക്കുക. ഇവനൊക്കെ ആരാ നമ്മളെ സ്റ്റോക്ക് ചെയ്യാൻ? നമ്മളെന്ത് പറയുന്നു, നമ്മളെന്ത് സംസാരിക്കുന്നു? ഇവനാരാണ്? മനുഷ്യർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഇവനൊക്കെ ആരാണ് നമ്മളെ ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്യാൻ? ഇത് സ്റ്റോക്കിംഗ് എന്നാണ് പറയുന്നത്. അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. എന്നൊക്കെ ആരാ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ? എന്നൊക്കെ ഇവൻ്റെ കാര്യം നോക്കാൻ പറ. ചുമ്മാ നടക്കുക ഇങ്ങനെ കുറേ എണ്ണം. നമ്മളെന്ത് അപ്ലോഡ് ചെയ്യുന്നു? ഞാനിവിടെ ഇത് അപ്ലോഡ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എൻ്റെ അമ്മയുടെ കൂടാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവരുടെ ഇതാണ്, പാർട്ട്ണറിനെ ആരോടും പറയണ്ട. എൻ്റെ പാർട്ട്ണർ മുകേഷ് കുമാർ ഫ്രം രാജസ്ഥാനി നേറ്റീവാണ്. ജുൻജുനൂൺ ഡിസ്ട്രിക്റ്റിലെയാണ്. അച്ഛൻ്റെ വീട് കേത്രി, അമ്മയുടെ വീട് ചിടാവ. ഈ സ്ഥലത്തു നിന്നാണ്. ഒരു പെങ്ങളേ ഉള്ളൂ. അവരുടെ പേര് സുനിത എന്നാണ്, സുനിത കുമാരി. അവരെ കല്യാണം കഴിച്ചിരുന്നത് രാകേഷാണ്. സൊവൈ മാധപ്പൂരി എന്നാണ്. ഇനി വല്ലതും അറിയാനുണ്ട്? ഇതാണ്
എൻ്റെ പാർട്ട്ണറിൻ്റെ ഡീറ്റെയിൽസ്, വേറെ ഒന്നും അല്ല. ഇവിടെ ഒന്നും അവന് നമ്മുടെ പാർട്ട്ണറും ഒന്നുമല്ല. ചുമ്മാ അങ്ങ് അഭിനയിക്കുന്നുണ്ട് കുറേ അവന്മാർ. എൻ്റെ എന്തൊക്കെയോ ആണ്, മറ്റേതാണ് മറിച്ചതാണ്. എൻ്റെ ആരുമല്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയത്തില്ലയോ? ഇവർ തന്നെ പറയുന്നത് എനിക്ക് 50 വയസ്സായി. ഇവനൊക്കെ പിന്നെ നമ്മുടെ രക്ഷകർത്താവാണെന്നാണോ ഇല്ലയോ? രക്ഷകർത്താവിന് 50 വയസ്സുള്ളവരുടെ രക്ഷകർത്താവിന് ഇവനൊക്കെ ആരാ? കോടതി വല്ല പറഞ്ഞിട്ടുണ്ട് രക്ഷകർത്താവാണെന്ന് വല്ലവരുടെയും? 18 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണും ആണും 18 ഇയേഴ്സ് കഴിഞ്ഞാൽ മേജറായെന്ന മെജോറിറ്റി അറ്റൈൻ ചെയ്തു. അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഇത് കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ നിയമവും അനുശാസിക്കുന്നതാണ്. നിയമവും തന്നിട്ടുള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം അവരവരുടെ ഡിസിഷനാണെന്നുള്ളത്. ഇവരൊക്കെ ആരാ നമ്മളുടെ കാര്യത്തിൽ കൈകടത്താൻ? വേറെ പണിയൊന്നും ഇല്ലയോ ഇവന്മാർക്ക് നല്ലപോലെ നിയമം അറിയത്തില്ല. നിയമം ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. നിയമം അറിയത്തില്ലെങ്കിൽ നന്നാൽ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുമ്പം പോയി ജയിലിൽ കിടക്കുമ്പോൾ മനസ്സിലായില്ലയോ? ഇപ്പം അതുപോലെ ഇപ്പോഴാണെങ്കിൽ പുതിയ ഇതൊക്കെ കോടതി ഇതിന് തന്നെ വെച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് എന്നൊക്കെ പറയുന്നവന്മാർക്ക് പോലും പെണ്ണുങ്ങളുടെ മേലെ അനാവശ്യമായ ഒരു അവകാശങ്ങളും ഇല്ല. അവർക്ക് അവരുടെ ഡിസിഷൻസ് എല്ലാം എടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതുപോലെ പെണ്ണുങ്ങളുടെ സ്വത്തൊന്നും അവന്മാർക്കൊന്നും ഉള്ളതല്ല. പെണ്ണുങ്ങളുടെ സ്വത്ത് പെണ്ണുങ്ങൾക്കുള്ളതല്ല. അങ്ങനെയൊന്നും ഇതാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പെണ്ണുങ്ങളുടെ സ്വത്ത് പെണ്ണുങ്ങളുടെയാണ്. അവൻ വല്ലതും സമ്പാദിച്ചാൽ മതി. അല്ലാതെ അതൊന്നും തട്ടിപ്പറിക്കാനും അങ്ങനെയൊക്കെ പല ഇതൊക്കെ അറിയണം ആളുകൾ. പെണ്ണുങ്ങളുടെ സ്വത്തൊക്കെ പിടിച്ചു പറിച്ച് ജീവിക്കുന്ന കുറേ അവന്മാരുണ്ട്. അതൊന്നും വേണ്ട. മനസ്സിലായില്ലേ? പിടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പം ചില ആളുകളുണ്ട് സ്നേഹത്തോടെ കഴിയുന്നവർ, അത് കുഴപ്പമില്ല. ഇത് ചുമ്മാതെ അറിയാമല്ലോ, ബിജു പി എന്ന് പറയുന്നവൻ ഇങ്ങനെ ഇതാക്കിയതാണ്. എന്നെ ട്രാപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവരികയും പല ജോബ് ലോസ് ഇൻഷുറൻസ് അടിച്ചു മാറ്റാനായിട്ട് കൊണ്ടുവന്ന് അപ്പോയിൻ്റ് ചെയ്തൊരു ഭർത്താവ് ഉദ്യോഗസ്ഥനായിരുന്നു അവനെ അങ്ങനെ നമ്മൾ കോടതി വഴി ബന്ധം ഒഴിഞ്ഞ് അവൻ പിന്നെ അങ്ങ് നടക്കുക. നീ നിൻ്റെ കാര്യം നോക്കി പോടാ, നീ നിൻ്റെ കാര്യം നോക്കി പോ. പിന്നെയും പുറകിന് നടക്കുക. നാണോ മാനോ ഇല്ലാത്തവന്മാരിങ്ങനെ പുറകിന് നടക്കും. ഇവനൊക്കെ ആരാ? ഇവനെയൊക്കെ നമ്മൾ അങ്ങോട്ടങ്ങും പോകാറുമില്ല. ഇവൻ്റെ ഒന്നും ഇത് നമ്മൾ തിരക്കാറേ ഇല്ല നാശത്തിൻ്റെ ഒന്നും. ഇവനിങ്ങനെ പുറകിന് നടക്കുകയാണ് കുറേ അവന്മാർ. ഇതൊരു ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഇവൻ ആരാ? നീ അവിടെ വന്ന് കയറിയെടുത്ത കാര്യം നോക്കിയാൽ നീ ഇങ്ങോട്ട് കയറി സഹദേവ മന്ദിരത്തിൽ കയറി ഭരിക്കാനൊന്നും വരണ്ട ആരും. അതുപോലെ കിഴിക്കയിലെ കുറേ അവന്മാർ, സദാനന്ദ മന്ദിരത്തിലെ മോഹൻ സിംഗ്, നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്യുക, നമ്മുടെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള വഴികളൊക്കെ നോക്കുക. നീ നിൻ്റെ കാര്യം നോക്കടാ. അവൻ്റെ പെൺപിള്ളെ എന്ത് ചെയ്യുന്നു നോക്കണം. ഇതുപോലെ എല്ലാം ഇങ്ങനത്തെ കഥകളുണ്ടാക്കി വിട്ടിരിക്കുകയാണ് എല്ലാ ആളുമാരും. ഇവിടെ ഓലകെട്ടി അമ്പലത്തിലെ കഥകളാണ്. അനാശാസ്യ കഥകളുമായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ജീവിക്കുക ഈ ഓലകെട്ടി അമ്പലത്തിൽ. കോമ്പൻസേഷൻ, നാണോ മാനോ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കോമ്പൻസേഷനും അതും ഇതുമൊക്കെ ഇതാക്കി പെണ്ണിനെയും ആണിനെയും തമ്മിൽ കഥകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ ജീവിക്കുന്നത്. ഇവിടെ വന്ന് അന്വേഷിച്ചറിയാം ഇവന്മാർക്കൊക്കെ എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്, എന്തൊക്കെയാണ് പൈസ വരുന്നതെന്നൊക്കെ ശരിക്കും അന്വേഷിക്കണം കുറേ അവന്മാരുടെയും കഥകളൊക്കെ. ഇങ്ങനെ ഇതൊക്കെയാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ വന്ന് അന്വേഷിക്കാം. അല്ലെങ്കിൽ അതോറിറ്റി ഒരു അന്വേഷിക്കട്ടെ ഇവന്മാരൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഈ കോമ്പൻസേഷൻ കഥകൾ എന്തൊക്കെയാണ്, പിന്നെ ഈ അനാശാസ്യ കഥകൾ എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിക്കട്ടെ. ചുമ്മാ അനാവശ്യ കഥകളുണ്ടാക്കുക. നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് 5 മണിക്കും 2 മണിക്കും 3 മണിക്കും ഈ ഇടയ്ക്ക് ആര് വരാനാ? നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മിനിറ്റത്തേക്ക് വരുമോ? ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ അമ്മയല്ല, ഇവിടെ വേറെ ആരോ ഇവിടെ സ്ഥിരമെന്നാണ് ഇവന്മാരങ്ങ് കഥ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പലപ്പോഴും. എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്ന ഇതുണ്ടെങ്കിൽ അതങ്ങ് അപ്ലോഡ് ചെയ്യിക്കാതിരിക്കുക. എൻ്റെ അമ്മയല്ല വേറെ ആരോ ഒന്ന് ഇവിടെ വരുത്താൻ വേണ്ടി ഇങ്ങനെ അങ്ങ് കള്ളക്കഥകളുമായിട്ട് അങ്ങ് നടക്കുകയാണ്. എൻ്റെ പേര് ദീപ എസ് പണിക്കർ എന്നാണ്. ഓലകെട്ടി അമ്പലം സഹദേവ മന്ദിരം. ഇവിടെ വന്ന് അന്വേഷിക്കുക. 690510 ഓലകെട്ടി അമ്പലം PO ആണ്, മാവേലിക്കര. 690510 പിൻകോഡ്. ഇതിൻ്റെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ മേഫെയർ എന്ന് പറയുന്ന ഒരു ബാറുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ നേരെ തെക്ക് വശത്തു നിന്ന് കിഴക്കോട്ടൊരു റോഡുണ്ട്. അവിടെ അതിൽ കൂടെ വരുമ്പം 323 നമ്പർ SNDP എന്ന് പറയുന്ന ഗുരുമന്ദിരമുണ്ട്. അതിൻ്റെ കിഴക്കേൻ്റെ ഇപ്പം ഒരു അണ്ടർ കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഒരു വീടുണ്ട്. അതിൻ്റെ ജസ്റ്റ് കിഴക്കേതാണ് രണ്ടാമത്തെ വീട്. ഗുരുമന്ദിരത്തിൽ നിന്ന് കിഴക്കേ രണ്ടാമത്തെ വീടാണ് എൻ്റെ വീട്. ഇത്രയാണ് നിങ്ങൾക്ക് വന്ന് ഇവിടെ നോക്കാം. ഇവിടെ വന്ന് ഈ ഗേറ്റിൽ നോക്കുവാണെങ്കിൽ ഇത് പൂട്ടിക്കിടക്കുന്ന കാണാം. ഇവിടെ എപ്പോഴും ആളുണ്ടാവും. ഉറക്കെ വിളിച്ചാൽ മതി, ഇവിടെ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും ഇത് സത്യസന്ധമാണോ എന്ന് വന്ന് അന്വേഷിക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ എന്നെ കണ്ടേച്ച് പോകാൻ പറ്റും. കള്ളത്തരവും കൊണ്ട് കുറേ നടക്കുക. കള്ളന്മാരും കള്ളികളും കള്ളികൾ. ഏത് നേരത്താണ് ഇതൊക്കെ ജനിച്ചത്? ഇങ്ങനെ കട്ടുമൂട്ടിച്ച് നടക്കുക.